കൊടുങ്ങല്ലൂരിൽ യുവാവിന് ക്രൂരമർദ്ദനം. ആലപ്പുഴ തുറവൂർ സ്വദേശിയായ സുദർശനാണ് മർദ്ദനമേറ്റത്. സുദർശന്റെ ജനനേന്ദ്രിയം മുറിച്ചുവെന്നും കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുത്തിയെന്നും പരിശോധനയിൽ കണ്ടെത്തി. മർദ്ദിച്ചത് ആരാണെന്ന് വ്യക്തമായിട്ടില്ല. ആലപ്പുഴ സ്വദേശികളായ ചിലരെ സംശയമുണ്ടെന്ന് സുദർശന്റെ സഹോദരൻ മുരുകൻ പറഞ്ഞു. ചേർത്തല മുനീർ വധക്കേസിലെ പ്രതിയാണ് സുദർശൻ. റോട്ടിൽ കിടന്നിങ്ങനെ കിട്ടി, അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയെന്ന് മാത്രമേ പറഞ്ഞു. കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അരുവി എന്ന് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ അരുവി സംഭവം മാറി. ഇത് സഹിക്കാൻ പറ്റാത്തൊരു സംഭവം ചെയ്തു. നടരാജ് പരശുറാം വീണ്ടും. നടരാജ്, ഈ മുനീർ വധക്കേസ് എന്താണ്? അതിന്റെ പ്രതികാരമാണോ ഇത്? ഇക്കാര്യത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. അയാളുടെ ബന്ധുക്കളൊക്കെ തന്നെ അതിന്റെ ഒരു പ്രതികാരമാവാം ഇത് എന്ന രീതിയിലൊക്കെ തന്നെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം തുടരുന്നു എന്നാണ് പറയുന്നത്. ആലപ്പുഴ സ്വദേശിയായ സുദർശനൻ കഴിഞ്ഞ ദിവസമാണ് കൊടുങ്ങല്ലൂരിൽ അവശനായ നിലയിൽ അദ്ദേഹത്തെ കണ്ടെത്തിയത്. നഗ്നനായ നിലയിൽ റോഡിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് ഇയാളെ കണ്ടെത്തിയത്. ഉടൻ തന്നെ പോലീസ് ഇയാൾക്കുള്ള ചികിത്സ നൽകുകയായിരുന്നു. വളരെ ക്രൂരമായ ഒരു ആക്രമണം ഇയാൾ നേരിട്ടിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. പല ഭാഗത്തും കത്തികൊണ്ട് മാന്തിയിട്ടുണ്ട്, ജനനേന്ദ്രിയത്തിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്, ഇയാളുടെ കണ്ണിനും പരിക്കേറ്റിട്ടുണ്ട്. ഇയാളുടെ ഒരു കണ്ണിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടതായാണ് പോലീസ് പറയുന്നത്. ജനനേന്ദ്രിയത്തിൽ മുറിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് ദിവസമായതിനാൽ അണുബാധ ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് അവിടെയും മറ്റും ശസ്ത്രക്രിയ നടത്തേണ്ട ഒരു കാര്യം വന്നത്. എന്തായാലും ക്രൂരമായ ആക്രമണത്തിന് യുവാവ് ഭാഗമായിട്ടുണ്ട് എന്നുള്ള കാര്യം പോലീസ് പറയുന്നുണ്ട്. ആലപ്പുഴയിലെ മുനീർ വധക്കേസ് സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസാണ്. ഇതിൽ ഇയാളും സഹോദരനും പ്രതികളാണെന്ന് പോലീസ് പറയുന്നുണ്ട്. അതിന്റെ ഭാഗമായുള്ള ഒരു പ്രതികാരമായിരിക്കാം ഇത് എന്നൊരു അവകാശവാദമൊക്കെ തന്നെ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തിയ ശേഷം പ്രതികരിക്കാമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും കഴിഞ്ഞ 16-ന് ഇയാളെ തുറവൂരിൽ നിന്നും കാണാതായിട്ടുണ്ട് എന്ന് ബന്ധുക്കൾ പറയുന്നു. 21-ാം തീയതിയോടുകൂടിയാണ് ഇവിടെ പോലീസ് ഇയാളെ കണ്ടെത്തിയത്. ഉടൻ തന്നെ ഇയാൾക്ക് ചികിത്സ നൽകാൻ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഇയാളുടെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നത്. കാര്യമായ പരിക്കുകളും മറ്റും ഇയാൾക്കുണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ട്. ആശുപത്രി വൃത്തങ്ങൾ അത് തന്നെയാണ് പറയുന്നത്. ഇയാൾക്കുള്ള ചികിത്സ ഇപ്പോഴും നൽകിക്കൊണ്ടുവരികയാണ്. കേസിൽ അന്വേഷണം പോലീസ് ഇയാളുടെ മൊഴിയെടുത്തോ? ഈ കേസ് സംബന്ധിച്ച് അന്വേഷണം ഊർജിതമാക്കിയെന്ന് പോലീസ് പറയുന്നുണ്ട്. ഇയാളുടെ കുടുംബാംഗങ്ങളുടെ മൊഴിയൊക്കെ തന്നെ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇയാളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. ഇയാൾ കണ്ടെത്തിയ മുതൽ തന്നെ അവശ നിലയിലാണ് തുടരുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ ഇയാൾക്ക് വെട്ടലേറ്റിട്ടുണ്ട്. പല ഭാഗങ്ങളിലും കാര്യമായ രീതിയിൽ കഠാര കൊണ്ട് ഇയാളെ ആക്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ണിന്റെ കാഴ്ചശക്തിക്കും പ്രശ്നമുണ്ട്. വലിയ രീതിയിലുള്ള ചികിത്സ ഇയാൾക്ക് നൽകി വരികയാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണുള്ളത്. പോലീസ് കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തി വരുന്നത്. ആലപ്പുഴ സ്വദേശികളായ ചിലരെ സംശയമുണ്ടെന്നും ഇവരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നുമാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കേസിൽ അന്വേഷണം ഊർജിതമായി പോവുകയാണ്.